അങ്ങനെ ഒരു വേനലവധിക്കാലം കൂടി കഴിഞ്ഞു. മോനുകുട്ടൻ ഇനി 4ാം ക്ലാസ്സിലേക്കാണ്. ഇന്ന് ജൂൺ 1-ാം തീയതി രാവിലെ പള്ളിയിലൊക്കെ പോയി സൺഡേ സ്കൂളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ടൗണിൽ വരെ പോവാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത യാത്രയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചേച്ചി ടൗണിലോട്ട് വരുന്നുണ്ട്. മോനുകുട്ടനെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. കുറേ കളർ പെൻസിലും ക്രയോണും പെയിൻറ്റിങ് ബുക്കും ഒക്കെ ആയിട്ടാണ് ചേച്ചി വന്നത്. പിന്നെ ദാ ഇവിടെ വന്ന് മോനുകുട്ടന് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു. മോനുകുട്ടന് വാങ്ങിക്കുമ്പോൾ ജാനിക്കുട്ടിക്കും കുഞ്ഞോനും ഇല്ലാതിരിക്കത്തില്ലല്ലോ, അവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ വന്ന് ഞങ്ങൾ 3 പേരോട് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ചേച്ചിയെ ബസ് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് പാർക്കുണ്ട്, അങ്ങോട്ട് കയറി. ഏതായാലും അവധിക്കാലം കഴിയല്ലേ, മോനുകുട്ടൻ കുറച്ച് ചാടി മറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. ചിന്തിച്ചാൽ എന്നെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എൻ്റെ മക്കളുടെ ബാല്യകാലം എത്ര കണ്ട് സന്തോഷത്തിലായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാട്ടോ. ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഒറ്റപ്പെടലും ഒക്കെ അവരനുഭവിച്ചു എന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം എൻ്റെ ബാല്യകാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്നും മധുരിക്കുന്ന ഒരുപാട് ഓർമ്മകൾ ആ ഒരു കാലത്തിന് തരാൻ കഴിയുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരുപാട് സ്നേഹവാത്സല്യങ്ങളുടെ നടുവിൽ ജീവിച്ചത് കൊണ്ടാണ് അത്രയേറെ മധുരം നൽകാൻ ആ കാലത്തിന് കഴിയുന്നത്. എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല എന്നുള്ളത് എന്നെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. പിന്നെ ഒന്നോർത്ത് സമാധാനിക്കാം, അന്ന് അത്രയും സന്തോഷിച്ചത് കൊണ്ടായിരിക്കും ഇന്ന് ഇത്രയും ദുഃഖം. ആ അവസ്ഥ എൻ്റെ മക്കൾക്ക് വരാതിരിക്കട്ടെ. കളിച്ചിട്ട് വരാം.